ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രനുകൾ കുറഞ്ഞത് വലിയ ആശങ്ക ഈ വ്യോമസേനയ്ക്ക് ഉണ്ടാക്കിയിരുന്നു, നമ്മളുടെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. പക്ഷേ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് തേജസ് യുദ്ധവിമാനങ്ങളുടെ പുതിയ എഞ്ചിനുകൾ MK-1A എഞ്ചിനുകൾ പുതിയതായിട്ട് നിർമ്മിക്കുന്നു. അതെല്ലാം തന്നെ വ്യോമസേനയുടെ ഭാഗവുമാകുന്നു. ശരിക്കും വ്യോമസേനയ്ക്ക് വലിയ കരുത്തു കൂട്ടാൻ ഈ തേജസ് യുദ്ധവിമാനങ്ങൾക്കാകില്ലേ? തീർച്ചയായിട്ടും നമ്മളെ ഈ മിഗ് വിമാനങ്ങൾ പിൻവലിക്കുകയും അതിലൂടെ നമ്മൾ ഈ ഒരു തലമുറ മാറ്റം വ്യോമസേനയിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം 2009 ഒപ്പിട്ട ഒരു കരാറാണ് ഈ അമേരിക്കയുമായിട്ട് GEയുടെ എഞ്ചിനുകൾ, വിമാന എഞ്ചിനുകൾ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട്, വില കൊടുത്ത് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടു. അത് 2009 ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ആ കരാർ ഒപ്പിട്ടത്. മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് ആ കരാർ ഒപ്പിട്ടത്. പക്ഷേ അതിനുശേഷം ഈ GE നമുക്ക് ഈ എൻജിൻ തരാതെ ഇത് നീട്ടി കൊണ്ടുപോയി. നമ്മളെ സംബന്ധിച്ചത് വലിയ സമ്മർദ്ദമായിരുന്നു. കാരണം ഈ GEയുടെ എൻജിൻ ഇവിടെ കിട്ടിയാൽ ബാക്കിയെല്ലാം, വിമാനത്തിൻ്റെ എല്ലാ ഘടകങ്ങളും, നമ്മൾ അതിൻ്റെ ബോഡി, മറ്റു കാര്യങ്ങളെല്ലാം, നമ്മൾ ചെയ്സ്, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നിർമ്മിച്ചു. പക്ഷേ ഈ എൻജിൻ മാത്രം നമുക്ക് GEയിൽ നിന്ന് കിട്ടണമായിരുന്നു. അത് പരമാവധി വൈകിപ്പിച്ച് ഏതാണ്ട് ഒരു 15 വർഷത്തോളം കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം അവസാനമാണ് GE ആ എൻജിൻ നമുക്ക് നൽകാൻ തയ്യാറായത്. ജനറൽ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന വലിയ കമ്പനിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ നമ്മുടെ ഈ പറയുന്നത് പോലെ ബൈഡൻ ഗവൺമെൻറ് അവിടെ വന്നപ്പോൾ അമേരിക്ക ഈ കാര്യത്തിലെല്ലാം ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചു. അതിനെ തുടർന്നാണ് ഈ എൻജിൻ കിട്ടാൻ വൈകിയത്. പക്ഷേ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അതിന് മാറ്റമുണ്ടായി. നമുക്ക് ആ എൻജിൻ വളരെ പെട്ടെന്ന് തന്നെ കിട്ടി. എന്തായാലും നമ്മൾ ഈ GEയുമായിട്ടുള്ള കരാറ് പോലും തുടരണ്ട, അത് റദ്ദാക്കാം എന്നൊക്കെ ആലോചിച്ചിരുന്നതാണ്. എന്തായാലും അതൊന്നും വേണ്ടി വന്നില്ല, നമുക്ക് ആ എൻജിൻ കിട്ടി. അതിന് വേറെ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി നമ്മുടെ ഭാഗത്തുനിന്ന്. അത് നമ്മുടെ ഇവിടെ അത്ര വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ, അതായത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് MK-A1 എന്ന് പറയുന്ന ആ വിമാനങ്ങളാണ് ഇപ്പോൾ 2 എണ്ണം ഒക്ടോബർ 17-ാം തീയതി, അതായത് 5 ദിവസങ്ങൾക്ക് ശേഷം നാസിക്കിലെ ഈ HALൻ്റെ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാൻ പോകുന്നത്. 2 വിമാനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഈ തേജസിൻ്റെ തന്നെ പല തലമുറകളുണ്ട്. ഞാൻ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ഈ വിമാനം വരുന്നതോടുകൂടി, ഈ പോർ വിമാനങ്ങൾ വരുന്നതോടുകൂടി ഇന്ത്യൻ സേനയുടെ, വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കും എന്ന് തീർച്ചയാണ്. ഇതിനെക്കുറിച്ച് ഈ വ്യോമയാന രംഗത്തെ വിദഗ്ധന്മാർ നൽകുന്ന വിവരമനുസരിച്ച് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിഗിനേക്കാളും എന്തുകൊണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഒരു വിമാനമാണ് ഈ തേജസ്. ഇത് മാത്രമല്ല, ബ്രഹ്മോസ് പോലെയുള്ള ക്രൂയിസ് മിസൈലുകൾ നമുക്ക് ഇതിൽ നിന്ന് തൊടുക്കാൻ കഴിയും. അതുപോലെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുക. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾക്കെല്ലാം ആ കഴിവുണ്ട്. അത് ഇവിടെ തേജസ്സിനുമുണ്ട്. വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാ പടക്കോപ്പുകളും യുദ്ധോപകരണങ്ങളും നമുക്ക് തേജസ്സിൽ സജ്ജമാക്കാൻ കഴിയും. മിസൈലുകളാകട്ടെ തുടങ്ങിയവ ഈ പറഞ്ഞതുപോലെ തേജസ്സിൽ ഘടിപ്പിച്ച് നമുക്ക് ശത്രുവിന് നേരെ ആക്രമിക്കാൻ കഴിയും. അപ്പോൾ MiG-21, മിഗ് നമ്മളെ ഏതാണ്ട് 1960 മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു മിഗ്. ആ മിഗിൻ്റെ സ്ക്വാഡ്രനുകൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിലാണ് മിഗ് നമ്മുടെ വ്യോമസേനയിൽ നിന്ന് പരിപൂർണമായിട്ടും പിൻവാങ്ങിയത്. വീരോചിതമായ, രാജോചിതമായ ഒരു യാത്രയയപ്പാണ് സേന മിഗിന് നൽകിയത്. വാട്ടർ സല്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയാണ് മിഗിനെ നമ്മൾ വിരമിപ്പിച്ചത്. ശരിക്കും ഒരു വിമാനം അങ്ങനെ വിരമിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ, നമ്മൾ പരമാവധി, അതായത് ഈ മിഗിനെ ഉപയോഗിക്കാവുന്നിടത്തോളം നമ്മൾ ഉപയോഗിച്ചു.
അങ്ങനെ അതിൻ്റെ അങ്ങേ അറ്റത്തെ ഏറ്റവും ഇനി ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് നമ്മൾ മിഗ് പതുക്കെ പിൻവലിച്ചത്. എന്നിട്ട് അത് നമ്മൾ മിഗ് ഇതിന് മുമ്പ് തന്നെ പിൻവലിക്കുമായിരുന്നു. ഒരു പക്ഷേ ഈ തേജസിൻ്റെ എൻജിൻ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഒരു 2015 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2009 കരാർ ഒപ്പിട്ട് ആ കാലത്തൊക്കെ തന്നെ അതിന് 1-2 വർഷം കഴിഞ്ഞ് നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഈ മിഗ് നേരത്തെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിപ്പിച്ചേനെ. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് നമ്മൾ തേജസ്സിനെ കൊണ്ടുവന്നേനെ. ഈ 2019 20 ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ജിയിൽ നിന്ന് ആ എൻജിൻ കിട്ടും. പക്ഷെ അത് അമേരിക്ക മനഃപൂർവ്വം ചവിട്ടുകയായിരുന്നു. നമ്മളെ മനഃപൂർവ്വം അത് വൈകിപ്പിച്ചു, പരമാവധി വൈകിപ്പിച്ച് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. അതാണ് അവിടെ സംഭവിച്ചത്. പ്രത്യേകിച്ച് ഈ ബൈഡൻ ഗവൺമെൻറ് വന്നപ്പോൾ അവർ വലിയ രീതിയിൽ നമുക്ക് ഈ ഇത്തരം സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ യന്ത്രങ്ങളൊക്കെ നൽകുന്നതിൽ വലിയ അമാന്തം വരുത്തി, മനഃപൂർവ്വം അത് വൈകിപ്പിച്ചു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ, അതായത് നമ്മൾ മറ്റൊരു സമ്മർദ്ദം അവിടെ ചെലുത്തി. ഫ്രാൻസിൽ നിന്ന് നമ്മൾ വേറെ ചില വിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കങ്ങൾ നടത്തി. ഈ പറഞ്ഞതുപോലെ മിഗ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, മിഗിനെ മാറ്റി ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ ചില യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചു. അതിലേക്ക് ചില നീക്കങ്ങൾ നമ്മൾ നടത്തി. അപ്പോൾ പരിപൂർണമായിട്ടും ജിയുമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കരാറ്, ഡോളറിൻ്റെ കരാറ് നമ്മൾ റദ്ദാക്കും എന്ന് മനസ്സിലായത് കൊണ്ടാണ് അവർ ഒടുവിൽ കീഴടങ്ങിയത്, അല്ലെങ്കിൽ ഈ യന്ത്രങ്ങൾ, എഞ്ചിനുകൾ നമുക്ക് തരാൻ തയ്യാറായത്. എന്തായാലും അത് വന്ന ഉടനെ തന്നെ നമ്മളത് ആദ്യത്തെ വിമാനങ്ങൾ തയ്യാറായി, അത് പരീക്ഷണ പറക്കലൊക്കെ നടത്തി വളരെ കൃത്യമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളത് സേനയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ തേജസിൻ്റെ തന്നെ 2ാം തലമുറ വിമാനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെൽത്ത് ടെക്നോളജി, അതായത് റഡാറിൻ്റെ കണ്ണിൽ പെടാതെ പറക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ, അതാണ് സ്റ്റെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തി വരികയാണ്. അത് ഫ്രാൻസുമായിട്ട് സംയോജിച്ച് സഫ്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട്, ഫ്രഞ്ച് കമ്പനിയുമായിട്ട് ചേർന്ന് അതിൻ്റെ ചർച്ചകളൊക്കെ വളരെയധികം പുരോഗമിക്കുകയാണ്. ഏതാണ്ട് MOU സൈൻ ചെയ്യുന്നതിനോട് അടുക്കുകയാണ് ഇപ്പോൾ. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വൈകാതെ തന്നെ അത് ആത്മനിർഭർ ഭാരതിൽ പെടുത്തി ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഉള്ള ഒരു നീക്കമാണ് നമ്മുടെ ഗവൺമെൻറ് നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഈ തേജസ്സും നമ്മളിപ്പോൾ നിർമ്മിക്കുന്നത് ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ പ്രധാനമന്ത്രിയുടെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം നടപ്പാക്കിയ, അല്ലെങ്കിൽ അദ്ദേഹം ആവിഷ്കരിച്ച, അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തേജസ് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ നിർമ്മിക്കുന്നത് നമ്മുടെ രാജ്യത്ത്. അതിലേക്ക് നമ്മൾ ആകെ പുറത്തുനിന്ന് വാങ്ങുന്നത് ഈ എൻജിൻ, ജിയുടെ എൻജിൻ മാത്രമാണ്. ബാക്കി മറ്റു പല സാധനങ്ങളും നമ്മൾ വാങ്ങുന്നുണ്ട്. പക്ഷെ പരിപൂർണമായിട്ടോ അതെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും ഇന്ത്യയിൽ തന്നെ അത് അസംബിൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഈ തേജസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സേനയ്ക്ക് വേണ്ടി ഇത് നിർമ്മിക്കുന്നു, നമ്മളിതൊക്കെ ചെയ്യുന്നുവെങ്കിലും ഭാവിയിൽ ഇത് മറ്റ് ചെറിയ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഏതാണ്ട് 2037 ആകുമ്പോൾ നമ്മൾ വളരും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നത്തെ ഈ പോക്കിൽ മുന്നോട്ട് പോയാൽ നമുക്ക് 2037 ആകുമ്പോൾ തന്നെ വിമാനങ്ങൾ നിർമ്മിച്ച് നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാൻ കഴിയും എന്നൊരവസ്ഥ കൂടി ഉണ്ട്. അത് അങ്ങനെയും ഒരു നേട്ടം, ഒരു മികവ് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണ്. ഈ തേജസ് ഒക്ടോബർ 17 ഔദ്യോഗികമായി ഇന്ത്യൻ സേനയിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ സേനയുടെ കരുത്ത്, വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് തീർച്ചയാണ്.